ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏകദേശം ഒരാഴ്ചയോളം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കാരണം നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുകയും ചെടിയൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും കഴിയൂലല്ലോ. അത് കുറച്ചധികം ചെടിച്ചട്ടികളും ചെടികളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം ഒരാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്നൊക്കെ എടുത്ത വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗാർഡനൊക്കെ ഒന്ന് രണ്ട് തവണ കണ്ടപ്പോൾ കുറേ കമൻസും ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികളെ പറ്റിയിട്ട്. അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഓരോ പാട്ടായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഓരോ പാട്ടായിട്ടാണ് നമ്മൾ ശരിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെടിച്ചട്ടികളും അത് വെക്കുന്ന പാട്ടൊക്കെ. അപ്പോൾ ഓരോ പാട്ടാക്കിയിട്ടാണ് ഞാനിവിടെ കാണിക്കാനും പോണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വായിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാട്ടായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ശരിയാക്കിയത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ മൂച്ചിയുടെ ചുറ്റും റൗണ്ട് ഷേപ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൂച്ചിയിൽ നമ്മൾ മണി പ്ലാന്റ് കയറ്റിയിട്ടുണ്ടായിരുന്നു. മണി പ്ലാന്റ് നന്നായിട്ട് നല്ല വണ്ണം വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വേരൊക്കെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കെട്ടൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി സിമൻറ്റൊക്കെ ഇട്ടിട്ട് ശരിയാക്കി എടുത്ത് അതൊക്കെ നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിക്കുകയാണ് ഫസ്റ്റ് ചെയ്തത് കേട്ടോ. അതിൻ്റെ അകത്ത് നമ്മൾ പുഴയിൽ നിന്ന് എടുക്കുന്ന കല്ലിൽ അതൊക്കെ വെച്ച് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റൊക്കെ അടിച്ചതിന് ശേഷം ചെടിച്ചട്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരുപാട് വേരൊക്കെ പോയ ചെടികളൊക്കെ നമുക്കൊന്ന് പറിച്ച് മണ്ണൊക്കെ നിറച്ച് വേറെ കുഴിച്ചിടണം. പിന്നെ ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കാൻ ഒരു റെഡ് കളർ പെയിൻ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. വെള്ളം മിക്സ് ചെയ്ത് അടിക്കുന്ന പെയിൻ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പൊടിയൊക്കെ ഉള്ള ചട്ടിയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ മഴക്കാലം കഴിഞ്ഞുകൊണ്ട് പായലൊക്കെ പിടിച്ചിട്ടുണ്ടാവും ചില ചട്ടി മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്ത് വെച്ചത്. അപ്പോൾ അതൊക്കെ കഴുകി തന്നെ നമ്മൾ ബ്രഷ് ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ശരിയാക്കി പിന്നെ ഒരുപാട് വേര് പോയതൊക്കെ ചട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് വേര് പോയ ചെടികളൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് മാറ്റി കുഴിച്ചിടണം. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിക്ക് പെയിൻറ്റ് കൊടുക്കാൻ തുടങ്ങാം. അപ്പോൾ കുറച്ച് ചെടിച്ചട്ടികൾ കഴുകും തുടക്കും ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു സ്റ്റൂളിൽ വെച്ചിട്ടാണ് പെയിൻറ്റ് കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. സ്റ്റൂളിൽ വെച്ചത് ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ താഴേക്ക് ഇരുന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് കാലൊക്കെ വേദനിക്കൂലേ. അപ്പോൾ ചെടി തൂങ്ങി നിൽക്കുന്ന ചെടികളൊക്കെ ഒന്ന് കയറിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേ നേരമായി മോന് കരയായിരുന്നു. പെയിൻ്റ് അടിക്കുന്നതൊക്കെ കണ്ടാൽ പിന്നെ എന്തായാലും കരയും കുട്ടികളൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ നേരമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് കൊടുത്തതാണ് കേട്ടോ. നല്ലൊരു റെഡ് കളറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതിന് മുമ്പത്തെ കളറാണ് ഒന്നും കൂടി ഡാർക്കായിരുന്നു. അത്ര തന്നെ ഡാർക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പ്രാവശ്യം ഡാർക്കാണ് നമ്മൾ മേടിക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ഒരു കളറായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം റെഡ് കളർ തന്നെ ആയിരുന്നു. അതിന് ഓരോന്ന് കൊടുത്തിട്ട് നമ്മളത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് തരം ചെടിച്ചട്ടികളുണ്ട്. ഞാൻ സൈഡിൽ മാർക്ക് ചെയ്തത് നമ്മുടെ ബക്കറ്റാട്ടോ, പെയിൻറ്റിൻ്റെ വലിയ ബക്കറ്റാണ്. അതിൽ മണ്ണ് നിറച്ച് നമ്മൾ ചെടി കുഴിച്ചിട്ടുണ്ട്. ഇനി പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണ് സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ചെടിച്ചട്ടി പെയിൻ്റ് കൊടുത്തൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഈവനിങ് ആയ ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ നമുക്ക് ടൈം കിട്ടാറുള്ളൂ. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ പോകുന്നത്. ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് കിച്ചണിലും ഒക്കെ ആയിട്ട് പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലാണ്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെയായിട്ട് നമ്മൾ 6-7 ദിവസം എടുത്ത വീഡിയോ ആണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ കൊടുത്ത ചെടിച്ചട്ടികളൊക്കെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയും മാറ്റി കുഴിച്ചിട്ട് ചെടികളൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് വേര് പോയ ചെടികളൊക്കെ നമ്മൾ ചട്ടിയിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചട്ടി പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വലിച്ചെടുക്കുമ്പോൾ ചട്ടി 2ആയിട്ട് പീസാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പം നമ്മൾ 2 വർഷം കഴിഞ്ഞു കേട്ടോ. 2-3 വർഷമൊക്കെ ആയി നമ്മൾ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ടിട്ട്. വർഷം ചെയ്താൽ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല വേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തലേ ദിവസം പെയിൻ്റൊക്കെ അടിച്ച് വെച്ച ചട്ടിയൊക്കെ നമ്മൾ ഈ ഒരു റൗണ്ടിലേക്ക് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ഒരുപാട് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കി. ഇപ്പോൾ തൽക്കാലം നമ്മൾ പെയിൻ്റ് അടിച്ചതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രം.
ചെറിയ ചെടിച്ചട്ടികളൊക്കെ മക്കൾ തന്നെ എടുത്തിടും, വലുതൊന്നും അവർക്ക് പൊന്താത്തതുകൊണ്ട് ഞാൻ തന്നെ എടുത്തതാണ്. പിന്നെ ഇത് നമ്മൾ നീഡൊക്കെ വാങ്ങുന്ന ടിന്നാട്ടോ, അത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് അതിൽ കൂടി കുഴിച്ചിട്ടതാണ്. പിന്നെ ഇത് ഹാങ് ചെയ്യുന്ന ചെടിയാണ് ശരിക്കും, പക്ഷെ നമ്മളൊരു വലിയ തിണ്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ അടിക്ക് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഈ റൗണ്ട് ഷേപ്പിലുള്ള കളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്തെടുത്തത് ഈ ഒരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ഗ്രോ ബാഗൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കളയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബുഷുണ്ട് പണ്ട് കുഴിച്ചിട്ടായിരുന്നു, പക്ഷേ അത് അത്ര വലുതൊന്നും ആവില്ല, നമ്മളെപ്പോഴും ഷേപ്പാക്കി കൊടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷേപ്പാക്കി നമ്മൾ അടിച്ചുവാരിയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്കുള്ള ചട്ടിയൊക്കെ നമ്മൾ പെയിൻറ്റ് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയിട്ടാണ് നമ്മളത് പെയിൻറ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ചെടിയൊക്കെ ഉള്ള ചട്ടി പെയിൻറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചെടിയൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് പൊക്കിക്കൊണ്ടുപോകുമ്പോഴൊക്കെ മണ്ണൊക്കെ, ചെടി ഇല്ലാത്ത ചട്ടി പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെടിയില്ലാത്ത ചട്ടി ആയതുകൊണ്ട് നമ്മൾ പറിച്ചെടുത്തതാണ്, ഇതിൽ വേരൊക്കെ അധികമായിട്ട് കേട്ടോ. അത് ഭയങ്കര ഈസിയാണ് നമുക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. ചെടിയൊക്കെ ഉള്ളതാവുമ്പോൾ നമുക്കിത് കെട്ടി വെച്ചിട്ടൊക്കെ വേണം പെയിൻറ്റ് കൊടുക്കാനായിട്ട്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബക്കറ്റിൽ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതിനിടയിൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നുന്ന പ്ലാന്റ്സൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഭാഗം കൂടി ആയപ്പോൾ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അതിലും കൂടെ നമ്മൾ ചെടി സെറ്റ് ചെയ്ത് വെച്ചു. അതൊക്കെ നമുക്ക് കുറേ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമൊക്കെ ആവും, നമുക്ക് ഓരോ ദിവസം തന്നെ അതൊന്നും നടക്കില്ലല്ലോ. പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചതൊക്കെ ഒന്ന് ഉണങ്ങിയൊക്കെ വരണ്ടാൽ കയ്യിലൊക്കെ ആവും. അപ്പോൾ അതൊക്കെ ഉണങ്ങിയതിന് ശേഷം നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് വട്ടം റീഅറേഞ്ച് ചെയ്തതിന് കാരണം വലിപ്പം കൂടുതലുള്ളത്, പിന്നെ ഓരോ സ്ഥലത്തേക്കും മാച്ച് ആവണം, അങ്ങനെ കുറേ വട്ടം നമ്മൾ മാറ്റി മാറ്റി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ കറി വെക്കണൊക്കെയുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലൊരു വിള്ളൽ വന്നപ്പോൾ നമ്മളിതിങ്ങനെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻ്റ് അടിച്ച കൂട്ടത്തിൽ അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ സൈഡും നമുക്ക് ഏകദേശമൊക്കെ ഫില്ലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ പാട്ടാക്കിയിട്ടാണ് ഞാനിത് കാണിച്ചിട്ടുള്ളത്. ഓരോ പാട്ടായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ആയിട്ട് അധികം ഉള്ളത് കാന്താരി മുളകും പച്ചമുളകും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു സൈഡാണ് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ശരിയാക്കിയത് കേട്ടോ. ഇനി അവിടെയും കൂടെ നമ്മൾ ചെടി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയാണ് കേട്ടോ ചെടികളൊക്കെ നോക്കാറുള്ളത്. അപ്പോൾ ഉമ്മ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു പാട്ടും കൂടെ ആയാൽ നമ്മൾ ഫിനിഷായി. ഈ ഒരു പാട്ടും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശമൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ജൈവവളം ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഹാങ് ചെയ്യണ ചെടിക്കൊക്കെ അവിടേക്കൊക്കെ നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കുക മാത്രമാണ്, എപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ജൈവവളം ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉണ്ടായിക്കോളൂ. ഇതൊക്കെ നമ്മളിപ്പോൾ ഒന്നും മാറ്റി കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഹാങ് ചെയ്യണ ചെടികളൊന്നുമില്ല, കാരണം ഹാങ് ചെയ്യണ ചെടിച്ചട്ടികൾ ഏകദേശമൊക്കെ കുറേ ഉണ്ടായിരുന്നതാണ്, ഒക്കെ പൊട്ടിപ്പോയി. അതുകൊണ്ട് അധികമൊന്നുമില്ല, 3-4 എണ്ണയേ ഉള്ളൂ. അപ്പോൾ അതിലാണ് നമ്മൾ ഹാങ് ചെയ്ത് വെക്കൽ. ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു, ചട്ടികളൊക്കെ പൊട്ടിപ്പോയും കൊണ്ട് പിന്നെ നമ്മളത് കുറച്ചതാണ്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ കിച്ചണിലെ ഡോറാണ്, അവിടെ നിന്ന് തൊട്ടിട്ട് ഇനി മൊത്തം സെറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിച്ചൻ്റെ ഡോറ് തൊട്ടിട്ട് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഇത് വന്ന് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ കേട്ടോ. നമ്മൾ അധികം യൂസ് ചെയ്യുക കിച്ചൻ്റെ അവിടെയാണ് കേട്ടോ. അധികം ഇതൊക്കെ ഗസ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ ഫ്രണ്ട് ഭാഷയൊക്കെ തുറക്കാറുള്ളൂ. ഇപ്പോൾ രണ്ടും ഒരേ സൈഡായതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ എൻട്രൻസ് ആണ്. സിറ്റ് ഔട്ടിൻ്റെ ഡോറ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഈ സൈഡിലോട്ടാണ് നമ്മളെ ചെടികൾ അധികവും വരുന്നത്. അപ്പോഴത്തെ അത്ര ഇല്ല പറഞ്ഞാൽ ചട്ടികളൊന്നുമില്ല, ചെടിച്ചട്ടികളൊന്നുമില്ല, നിലത്ത് കുഴിച്ചിട്ട പ്ലാന്റ്സേ ഉള്ളൂ. പിന്നെ അവിടുന്ന് നമ്മുടെ ഗേറ്റിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് നമ്മൾ അധികം ചെടിച്ചട്ടികളൊക്കെ വെക്കാറുള്ളത്. ഇത് നമ്മൾ നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ പറഞ്ഞില്ലേ, ഒരു 6 ദിവസം എടുത്തിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തെടുത്തത് ഇതായിരുന്നു. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കാണിച്ചത് തന്നെയാണ്. പിന്നെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാനേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മളിവിടെ വന്ന് എൻഡ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ റൗണ്ടിൽ നമ്മളൊന്ന് എല്ലായിടവും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാന്റ് റീ അറേഞ്ച്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ. ഏകദേശം ഒരാഴ്ച എടുത്തിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.